ഹലോ. ഇന്ന് ആദ്യമായിട്ട് എനിക്ക് മീഷോയ്ക്കകത്തൂടെ ഒരു ഓർഡർ കിട്ടിയ ദിവസമാണ്. അപ്പം നമുക്ക് ആ ഓർഡർ ഒന്ന് പാക്ക് ചെയ്യാം. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുവേ. ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഓർത്തിരുന്നത് ഇതൊക്കെ ചെയ്താൽ ഇതിൽ കൂടെ ഓർഡർ കിട്ടുമോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിട്ടാലും നമുക്ക് ഓർഡർ കിട്ടുന്നതൊക്കെ നമ്മൾ ഓർക്കും ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ കാറ്റലോഗ് അപ്ലോഡ് ചെയ്താലോ നമുക്കൊരു ഓർഡറൊക്കെ കിട്ടുമോ എന്നുള്ളൊരു സംശയം നമുക്ക് മനസ്സിൽ കാണുമല്ലോ. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഞാനപ്പം എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചുമ്മാതെ ഒരു GST നമ്പരും ഇല്ലേ നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് അതിൽ കൂടെ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മീഷോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എൻറോൾമെൻറ്റ് ഒരു ID എടുത്തു കഴിഞ്ഞാൽ നമുക്ക് GST നമ്പർ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുമേ. അപ്പം അത് അങ്ങനെ ഇതിന് മുമ്പ് ഞാനൊന്ന് അറിഞ്ഞിട്ട് ഞാനത് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ പകുതി വഴി ചെയ്തിട്ട് അന്ന് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ ഓർഡർ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ പകുതിക്ക് ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണ്. ഇപ്പോൾ വീണ്ടും ഓർത്ത് ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ആ ചെയ്തത് തന്നെ ഒന്നുകൂടെ ഒന്ന് എൻറോൾമെൻറ്റ് ID ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം, എന്നിട്ട് ഒരു 2 കാറ്റലോഗ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ചുമ്മാതെ ഒന്ന് ഇട്ടതാണ്. അങ്ങനെ ഒരു ചെയ്തത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ അതിശയിച്ചു പോയി. 2 ഓർഡർ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതെങ്ങനെ പറയണമെന്നറിയില്ല. നമുക്ക് ആദ്യമായിട്ടൊരു ഓർഡറൊക്കെ നമുക്കിങ്ങനെ ആപ്ലിക്കേഷൻ വഴിയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ആ ഒരു 2 ഓർഡർ കിട്ടി. ഓർഡർ കിട്ടിയപ്പോൾ നമുക്ക് ആദ്യം ഒരു സംശയമായിരുന്നു. ഇതെങ്ങനെയാണ്, ആര് വന്ന് ഇത് ഡെലിവറി എങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിതിൻ്റെ ഒരു കോഴ്സും ഒന്നും ചെയ്ത ഒരാളല്ല. അപ്പം എനിക്കിതെങ്ങനെ സാധിക്കുമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഇതെങ്ങനെ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് എത്തിക്കുമെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഓരോ ദിവസം കഴിയുമ്പോഴും അവർ തന്നെ നമുക്ക് ഓരോ ഇതിങ്ങനെ നിർദ്ദേശങ്ങൾ പോലെ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അടുത്ത കൊറിയർ പാർട്ട്ണർ ആയി ലേബൽ പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് പിന്നെ വെച്ചിട്ട് നമ്മൾ ഷിപ്പ് ഇങ്ങനെയുള്ള വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി നമ്മൾ ആ പാക്കേജ് റെഡിയാക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ നമ്മളെ വിളിച്ച് നമുക്ക് അസിസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ നമുക്ക് ആ ഒരു അതൊരു കറക്റ്റ് ഒരു നമുക്കതൊന്നും ഒരു കളിപ്പീരല്ല, അതൊക്കെ ഒരു റിയലായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ എല്ലാവർക്കും അവരവരുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്കിപ്പോൾ ഓരോ ചിലർ വീട്ടിലൊക്കെ ഓരോ ചെറുകിട ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഇതൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഇത് യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ആദ്യത്തെ ഓർഡർ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുണ്ടായിരുന്നത് അതിനകത്തൂടെ. അതിനാണ് ഓർഡർ കിട്ടിയത്. അപ്പം നമ്മളത് ആദ്യം ഡാമേജുകൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇത് 2 മീറ്റർ കട്ടിലാണ് നമ്മൾ മീഷോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഇതിനകത്ത് ഞാൻ 2.5 മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു തുടക്കമാണല്ലോ, അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുന്നതിന് ഞാനിപ്പം മീഷോയുടെ ആ ഒരു പാക്കേജിങ് കവർ എനിക്ക് കിട്ടാനായിട്ട് 30-ാം തീയതി ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാനങ്ങ് പാക്കിങ് കവർ വെച്ചിട്ടങ്ങ് പാക്കേജ് അങ്ങ് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമയത്ത് നമ്മളിത് അയച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കാറ്റലോഗ് ബ്ലോക്ക് ആക്കുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതാണോ അത് വെച്ചിട്ട് ആ പാക്കേജിങ് കവർ ഉപയോഗിച്ചിട്ട് നമ്മളങ്ങ് ഇത് അയക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് ഞാൻ റെഡിയാക്കി ഇവിടെ ഇങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് പ്രിൻ്ററിൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് പ്രിൻ്റ് എടുത്ത് ആ ലേബൽ, എന്നിട്ടാണ് നമ്മളിത് ആ അഡ്രസ്സ് നമ്മളിതിൻ്റെ പുറത്തേക്ക് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ കവർ മിസ്സാവുമോ. നമ്മൾ അവരുടെ ഒറിജിനൽ കവർ വെച്ചിട്ടാണ്, ബാർകോഡുള്ള കവർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കവറിന് എന്തെങ്കിലും മിസ്സാവുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലെയിമൊക്കെ ചെയ്യാനൊക്കെ പറ്റും. റിട്ടേൺ ക്ലെയിം ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഈ കവറൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് മിസ്സാവുമോ എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് വരാനുള്ള ലേറ്റ് കൊണ്ട് ഞാൻ ഈ ഒരു കവറിനകത്താണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം കുറേ വൈകിപ്പോയി. കുറേ മുമ്പേ ആയിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ ഒക്കെ ഓർഡർ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അയ്യോ ഇതിപ്പം കുറേ താമസിച്ചു പോയല്ലോ എന്നുള്ളത്. അപ്പം കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യാതൊക്കെ മടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. ഇത് നടക്കുമോ എന്നുള്ളതൊക്കെ ആലോചിച്ച്. അപ്പോൾ ആരും മടിക്കണ്ട, ചെയ്ത് നോക്കിക്കോ, നല്ല സക്സസ് ആവും, നമുക്കും കിട്ടും, ഓർഡറുകളൊക്കെ കിട്ടും.
അപ്പം എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 3-4 ഓർഡറുകളൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ. എങ്കിലും ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി കേട്ടോ. അപ്പം ഞാൻ നല്ല ഭംഗിയായിട്ട് നല്ലതുപോലെ നല്ല ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ ഒരു കൊറിയർ പാർട്ണർ നമുക്ക് ആയി കഴിയുമ്പോൾ അവർ തന്നെ വീട്ടിൽ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോയിക്കോളും. നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ വരുന്ന സമയത്ത് നമ്മളടുത്ത് വിളിച്ച് പറയും. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരുന്നാൽ മതിയേ. അപ്പം ഇത് ഞാനിപ്പോൾ എന്താ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഡെലിവറി ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് നമ്മുടെ ഏരിയയിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് അവരാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടാന്ന് ചോദിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.